അതൊരു നല്ല കാലമായിരുന്നു. മുരളി മാഷെക്കുറിച്ച് ഓർക്കുന്ന സമയത്ത് ഫിലിം സൊസൈറ്റി കടന്നു വരും, ഫിലിം സൊസൈറ്റീനെ കുറിച്ച് ഓർക്കുന്ന സമയത്ത് മുരളി മാഷും വരും. ഇത് രണ്ടും പരസ്പര പൂരകങ്ങളായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കോളേജ് കാലത്താണ് കാസർഗോഡ് ഫിലിം സൊസൈറ്റി ആയിട്ട് എടുക്കുന്നത്. ഞായറാഴ്ചകളിൽ നടക്കാറില്ല, കൃഷ്ണ ടോക്കീസിൽ വെച്ച് നടക്കുന്ന സ്ക്രീനിങ്ങിന് അവിടെ പോയി സിനിമ കാണും. തിരിച്ചു വരുന്ന സമയത്ത് സൊസൈറ്റിയുടെ ഭാരവാഹികളായിട്ടുള്ള ആൾക്കാരുമായിട്ട് സംസാരിക്കും. പിന്നീട് അങ്ങോട്ട് നല്ല സിനിമകൾ, ക്ലാസിക് സിനിമകൾ എങ്ങനെ കാണാനും പഠിക്കാനും മുരളി മാഷിൻ്റെയും വത്സം മാഷിൻ്റെയും ശിഷ്യനായി. വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ വളരെ സജീവമായിട്ടുള്ളായിരുന്നു എനിക്ക്. ഈ ഫിലിം സൊസൈറ്റി പ്രസ്ഥാനത്തിൻ്റെ വ്യത്യസ്തങ്ങളായിട്ടുള്ള പരിപാടികളും സംഘടനാ പ്രവർത്തനങ്ങളും അതെന്നെ വല്ലാതെ ആകർഷിച്ചിട്ടുണ്ട്. അങ്ങനെ മെല്ലെ മെല്ലെ ഫിലിം സൊസൈറ്റി, കാസർഗോഡ് ഫിലിം സൊസൈറ്റിയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ ഒരു വിദ്യാർത്ഥി പ്രതിനിധിയായിട്ട് ഞാനും കൂടി. പിന്നെ വീട്ടിനടുത്ത് തന്നെ ഉണ്ടായിരുന്നുള്ള കല്ലകട്ട ബിൽഡിങ്ങിലെ 2ാമത്തെ ഫ്ലോറിലെ ഫിലിം സൊസൈറ്റിയുടെ ഓഫീസിൽ നിത്യസന്ദർശകനായി വൈകുന്നേരങ്ങളിൽ. അവിടെ മുരളി മാഷുണ്ടാവും, വത്സം മാഷുണ്ടാവും, സെയ്ദ് ഉണ്ടാവും, ഭുവൻ ഉണ്ടാവും, അനിയ ഉണ്ടാവും. ഞങ്ങളൊക്കെ കൂടിയിട്ടുള്ളൊരു വലിയൊരു സൗഹൃദ കൂട്ടായ്മയായിട്ട് മാറി. കാണേണ്ട സിനിമകൾ, വായിച്ചിരിക്കേണ്ടുന്ന പുസ്തകങ്ങൾ, ഇതൊക്കെ തന്നെയായിരുന്നു വിഷയങ്ങൾ. കാസർഗോഡ് ഫിലിം സൊസൈറ്റി നടത്തിയിട്ടുള്ള വളരെ ശ്രദ്ധേയമായിട്ടുള്ള ചില പരിപാടികൾ ഓർത്തു പോവാണ്. അതിനകത്ത് അതൊക്കെ സംഘടിപ്പിക്കുന്നതിൽ മുരളി മാഷിൻ്റെ ലീഡർഷിപ്പും. അതൊന്ന് ഈ മിലൻ ടോക്കീസിൽ വെച്ച് നടന്നിട്ടുള്ള ഒരു ഫിലിം അപ്രീസിയേഷൻ കോഴ്സ്, മറ്റൊന്ന് ക്യാമ്പസുകളിൽ എങ്ങനെ ഈ ക്ലാസിക് സിനിമകൾ എത്തിക്കാം എന്നുള്ള രീതിയിലൊരു വലിയൊരു ക്യാമ്പയിൻ ഇനീഷ്യേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായി ഞങ്ങളൊക്കെ തന്നെ ക്യാമ്പസുകളിലെ വിദ്യാർത്ഥി സാംസ്കാരിക സംഘടനകളുമായിട്ട് കോൺടാക്റ്റ് ചെയ്ത് ഈ ഫിലിം സ്ക്രീൻ ചെയ്യാനുള്ള സംവിധാനങ്ങളെക്കുറിച്ചിട്ടുള്ള ശ്രമങ്ങൾ വളരെ സജീവമായിട്ട് നടത്തിയിട്ടുണ്ടായിരുന്നു. പിന്നീട് ഈ ഫോക്കസ് ഓൺ എ വില്ലേജ് എന്നൊരു വളരെ ശ്രദ്ധേയമായിട്ടുള്ളൊരു പരിപാടി കാസർഗോഡ് പരവനടുക്കത്താണ്. എല്ലാ സ്ക്രീനിങ് കഴിഞ്ഞാലും പിന്നീട് സൗകര്യമുള്ളൊരു ദിവസം ഈ ഫിലിം പെട്ടിയും 16mm പ്രോജക്റ്റും കൊണ്ട് പരവനടുക്കത്ത് പോവുകയും സ്ക്രീനിങ്ങിന് മുമ്പ് ചെറുതായിട്ടൊന്ന് ബ്രീഫ് ചെയ്യും. അതിനുശേഷം അവിടെ വന്നിട്ടുള്ള ആൾക്കാരുടെ വളരെ സജീവമായിട്ട് ചർച്ചയിൽ പങ്കെടുത്തിട്ടുള്ളൊരു വളരെ ശ്രദ്ധേയമായിട്ടുള്ളൊരു പരിപാടിയായിരുന്നു. പിന്നീട് ക്ലിൻറ്റിൻ്റെ ഒരു ചിത്രങ്ങളും പ്രദർശനങ്ങളും, അത് അവിടുന്ന് ചിത്രങ്ങൾ ഇവിടെ കൊണ്ടുവരികയും ഒരു പ്രത്യേക രീതിയിൽ സംവിധാനം ചെയ്ത് അത് നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിലൊക്കെ മുരളി മാഷിൻ്റെ ഈ നേതൃത്വ പാഠവും നേരിട്ട് കണ്ടിട്ടുണ്ട്. പിന്നെ ഈ ഫിലിം പെട്ടിയായാലും 16mm പ്രോജക്ടറായി കഴിഞ്ഞാലും അതൊക്കെ എത്ര ശ്രദ്ധയോടുകൂടി, കരുതലോടുകൂടി, ഉത്തരവാദിത്വത്തോടുകൂടി കൈകാര്യം ചെയ്യണമെന്ന് പഠിപ്പിച്ചു തന്ന മുരളി മാഷാണ്. അതാണ് ഞാൻ പറഞ്ഞതൊക്കെ പരസ്പര പൂരകങ്ങളാണെന്ന്. വത്സം മാഷിൻ്റെ ഓർമ്മക്കുറിപ്പിൽ പറഞ്ഞ പോലെ തന്നെ ഈ ഫിലിം സൊസൈറ്റി ജീവവായുവായിട്ടുള്ള മുരളി മാഷ്, അതുപോലെ അതേ കുറിപ്പിൽ തന്നെ ജോണിൻ്റെ പരാമർശത്തെക്കുറിച്ച് വായിച്ചു. വടക്കിൻ്റെ അപ്പോസ്റ്റലനായിട്ടുള്ള മുരളി മാഷിൻ്റെ ഓർമ്മയ്ക്ക് മുമ്പിൽ പ്രണാമം അർപ്പിച്ചു. Kasaragod Film Society, celebrating beyond 50. Kasaragod Film Society.